മഹാപ്രളയത്തിന് സമാനമായി ദുരന്തമുണ്ടായ പത്തനംതിട്ടയിൽ സർക്കാരിന്റെ വീഴ്ചകൾ നിരവധിയാണ്. രക്ഷാപ്രവർത്തനത്തിലും ദുരിത മുന്നറിയിപ്പിലും വീഴ്ച പറ്റിയതിനു പിന്നാലെ ക്യാമ്പിന്റെ പ്രവർത്തനവും താറുമാറായതാണ് പത്തനംതിട്ടയിലെ സ്ഥിതി സങ്കീർണമാക്കിയത്. അതോടൊപ്പം മുഖ്യമന്ത്രി ജില്ലയിൽ നടത്തിയ സന്ദർശനം പ്രഹസനമാകുന്നതും വിമർശനം ശക്തമാക്കുന്നു. മുഖ്യമന്ത്രിയോടൊപ്പം കോൺഗ്രസ് നേതാക്കളുടെ തള്ളിക്കയറ്റം, കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇതോടെ പടിക്ക് പുറത്ത്. ദുരിതബാധിതരുടെ പരാതി വിശദമായി കേൾക്കാനും മുഖ്യമന്ത്രിയുടെ മിന്നൽ സന്ദർശനത്തിൽ അവസരമുണ്ടായില്ല. മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിൽ വിമർശനമുയർന്നതിന്റെ പ്രധാന കാരണം ഇതാണ്. ഞാൻ പറയുന്നില്ല, നിങ്ങളെ തന്നെ പങ്കെടുത്ത ഒരു മാധ്യമ പ്രവർത്തകന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഞാൻ ഇന്നലെ വായിച്ചു. മുഖ്യമന്ത്രി കൃത്യം 12:30 എത്തുമെന്ന് പറഞ്ഞു. അത് മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിലെ ഇന്ന ഭാഗത്തെത്തുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ക്യാമറയും ഹെലിക്യാം ഉൾപ്പെടെ എല്ലാ സംവിധാനവുമായി ഞങ്ങൾ എല്ലാ മാധ്യമ പ്രവർത്തകരും നിന്നു. 1:19 മുഖ്യമന്ത്രി എത്തി. വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് മുണ്ട് മടക്കി കുത്തി. സ്വാഭാവികമായും നമ്മളെല്ലാം കരുതുന്ന എന്താ, മുണ്ട് മടക്കി കുത്തുമ്പോൾ തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന വെള്ളത്തിലൂടെ നടന്ന് അപ്പുറത്തേക്ക് പോകാനാവും. അപ്പം തന്നെ അബിൻ വർക്കി വന്ന് ദൂരേക്ക് കൈ ചൂണ്ടി ഒരു തെങ്ങിൻ്റെ മണ്ട കാട്ടിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞത് ആ തേങ്ങയ്ക്കകത്ത് വെള്ളമുണ്ട് എന്നാണെന്നാണ് ആളുകൾ പറയുന്നത്. വീഡിയോ പിടിച്ചു, അദ്ദേഹം മടങ്ങി. നിരവധി പ്രദേശങ്ങളിൽ ഭക്ഷണവും കുടിവെള്ളവും കൃത്യസമയത്ത് ലഭിച്ചില്ല. ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളാണ് ഇവിടങ്ങളിൽ ഭക്ഷണം എത്തിച്ചത്. കോന്നിയെ പൂർണ്ണമായി മുഖ്യമന്ത്രി ഒഴിവാക്കി. തിരുവല്ലയടക്കം കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്ന ക്യാമ്പുകളിൽ മുഖ്യമന്ത്രി സന്ദർശനം നടത്തിയില്ല. ഇതും വലിയ വിമർശനത്തിന് ഇടവെച്ചു. മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിൽ മാത്രമല്ല പാളിച്ച ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും പരാജയമുണ്ടായി. കൈരളി ന്യൂസ്, പത്തനംതിട്ട.